നമ്മൾക്ക് തന്നെ അറിയാം, ഒരു വീട്ടിൽ ഒരാളെങ്കിലും ടാബ്ലറ്റ് കഴിക്കാത്തവരില്ല. അത് ആധുനിക കൃഷിയോ എന്ത് കൃഷിയോ ആയിക്കോട്ടെ, ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ മാത്രം മതി. കാരണം ഭക്ഷണം ഔഷധമാക്കണം. സുരക്ഷിത ഭക്ഷണമല്ല, സുഭിക്ഷ ഭക്ഷണമല്ല, സുരക്ഷിത ഭക്ഷണമാണ് വേണ്ടത്. സുരക്ഷിത ഭക്ഷണം. ഇതിനെന്ത് ചെയ്യണം? കർഷകൻ ആയിരിക്കണം ഫസ്റ്റ്, ഫാർമേഴ്സ് ഫസ്റ്റ്. ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് നിൽക്കണം. കർഷകനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അപ്പോഴ് നമ്മൾ ഇൻഷുറൻസ് കൊണ്ടോ കർഷകന് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടോ ഇന്ന് കർഷകന്റെ അവസ്ഥ എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം എന്റെ കുടുംബത്തിന്റെ ആരോഗ്യം. ആ കുടുംബത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഞാൻ ഭാരതീയ പ്രകൃതി കൃഷിയെ ഞാൻ അവലംബിക്കുന്നു. കാരണം ഭാരതീയ പ്രകൃതി കൃഷി പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ്. ആദ്യത്തെ കൃഷി പൂനം കൃഷിയാണ്. പൂനം കൃഷി കാട് കത്തിച്ചിട്ടുള്ള കൃഷിയാണ്. അത് ഇന്നും നമ്മുടെ കർഷകരെ കാട് കത്തിച്ചേക്ക് ചാരക്കത്തിന്റെ കരിയില കത്തിച്ച് കൃഷി ചെയ്യാനാ പറയുന്നത്. അതുപോലെ തന്നെ ചെടികൾക്കല്ല വളം വേണ്ടത്. മാവിനും തേങ്ങയ്ക്കും തെങ്ങിനും വാഴയ്ക്കും ചേമ്പിനും അല്ല വളം വേണ്ടത്. വളം വേണ്ടത് ആർക്കാ? മണ്ണിനാണ് ഊർജം വേണ്ടത്. മണ്ണിന്റെ ഊർജം. ഇത് എന്താണ് ഊർജം? എന്നെ കൊണ്ടോ ഈ സാറിനെ കൊണ്ടോ ഊർജം പിടിച്ചിട്ട് മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് ആർക്ക് കഴിയും? ആർക്കാ കഴിയ? ഒരു പച്ചിലയ്ക്ക് മാത്രമേ കഴിയൂ. ആ പച്ചില സൗരോർജം സ്വീകരിച്ച് മണ്ണിലേക്ക് കൊടുത്ത് അത് ഒരു ചെടി വലിച്ചെടുത്ത് മാവ് മാങ്ങയായും തെങ്ങ് തേങ്ങയായും ലാവ് ചക്കയായും തരുന്നു. നമ്മൾ അത് കഴിക്കും, നമുക്ക് ഊർജം ഉണ്ടാകുന്നു. അതാണ് ശരി. അതല്ലാതെ 19-19-19 20-20-20 ഇതുപോലുള്ള കെമിക്കൽ വളം മണ്ണിലിട്ടപ്പോഴും മണ്ണിലെ സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തു. മണ്ണിലെ സൂക്ഷ്മജീവികൾ മുഴുവൻ പോയപ്പോ വിള കുറഞ്ഞപ്പോ കർഷകൻ 1 കിലോന് പകരം 2 കിലോനിട്ടു. ഇത് എന്തിനാണ് മണ്ണിലിടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, ഞാൻ ചെയ്യൂല. കാരണം മണ്ണിന് ഒരു ചെടി വലിച്ചെടുക്കുന്നത് 3 മുതൽ 5% വരെ മാത്രമേ ഉള്ളൂ. അതിനുദാഹരണം, ഒരു 100 കിലോ മരം 10 കിലോ മരം കത്തിച്ചാൽ 3 മുതൽ 5% മാത്രമേ മണ്ണ് ചാരം കിട്ടുള്ളൂ. ഇത് മണ്ണിൽ നിന്നെടുക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണം. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, കരിയില കത്തിക്കാതെ എല്ലാ ജൈവാംശവും. അപ്പൊ നമ്മൾ വളം പറയുന്നത് ഒന്ന് പറയാ, ആ വിളവിടും ഈ വിളവിടും. ഇതിന്റെയൊക്കെ പുറകെ പോയാൽ അടുത്ത സമൂഹം എന്താ ചെയ്യാറിയോ? രോഗികളായി മാറുകയാണ്. അകത്തേറ്റ് കഴിക്കാനുള്ളത് ഇപ്പോ 5 ഒരു കേരളത്തിൽ 10 ലാഭേ ഉള്ളൂ. അകത്തോട്ട് പോകുന്ന ടെസ്റ്റ് ചെയ്യാൻ, പുറത്തോട്ട് പോകുന്ന ടെസ്റ്റ് ചെയ്യാൻ പഞ്ചായത്ത് തോറും 10-12 ലാബുകളാണ് ഇന്നുള്ളത്. ഇതിന് കാരണം എന്താണ്? നാം കഴിക്കുന്ന ഭക്ഷണം. അതുകൊണ്ട് 18 കൊല്ലമായി ഞാൻ ഭാരതീയ പ്രകൃതി കൃഷി ചെയ്യുന്നു. അപ്പൊ തേക്കിന്റെ ഇല കൊള്ളത്തില്ല പറയരുത്, റബ്ബറിന്റെ ഇല കൊള്ളത്തില്ല പറയും, എല്ലാം കൊടുക്കണം. അവസാനം ജീവികളുടെ വിസർജനം കൊടുക്കണം. ഏത്? ചാണകമാണെന്ന് മാത്രമാണ്. ചാണകം മാത്രം എല്ലാ ജീവികളുടെ വിസർജനം. ഈ ആട്ടിന്റെ കാഷ്ടം, എല്ലാ ജീവികളുടെ കാഷ്ടം മണ്ണിലേക്ക് കൊടുക്കുക. അവസാനം ജീവികൾ ചത്തൊടുങ്ങി മണ്ണിൽ അലിഞ്ഞു ചേരണം. അപ്പോഴും മണ്ണിന് വളക്കൂറുണ്ടാകും. അപ്പൊ നമ്മൾ ജീവികൾ ചത്തൊടുങ്ങി മണ്ണിൽ അലിഞ്ഞു ചേരുക പറഞ്ഞാൽ ഈ പ്രോണായാലും എന്തായാലും പുൽച്ചാടി ചാകില്ലയോ? പുൽച്ചാടി ചാകാതിരിക്കുവോ? എന്തടിച്ചാലും മിത്രകീടം ശത്രുകീടം എന്നാ പറയുന്നത്. മിത്രകീടത്തിനെ അടിച്ചാലും ശത്രുകീടത്തിന് അടിച്ചാലും മിത്രകീടം ചാകും. നമ്മുടെ വാഴത്തവളകളോടെ പോയി ഒരുപാട് ജീവികളൊക്കെ പോയി നാമാവശേഷം ചെയ്യാത്തോ. ഇനി നമ്മൾ കൊണ്ടുവരേണ്ടത് ഭാരതീയ പ്രകൃതി കൃഷി തന്നെയാണ്. ഒരു ജീവിയെ നമുക്ക് എപ്പോഴും കൊന്ന് തിന്നാനുള്ള സമയത്ത് തിന്നാതെ ഒന്ന് ആലോചിക്കുക. ഒരു മാനിന് ഒരു പുലി പിടിച്ചു കഴിച്ചു. പുലി അവിടെ കിടക്കുന്നു. അടുത്തൊരു മാന് വന്നാൽ ആ മാനിനെ കൊല്ലില്ല. ഭക്ഷിക്കാൻ വേണ്ടി മാത്രം കൊല്ലുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം പച്ച, നീല, മഞ്ഞ എന്നുള്ള അടിച്ച് കൃഷിയുടെ ഡെവലപ്പിംഗ് ആണെന്ന് പറയുന്നത്. കൃഷി ഡെവലപ്പ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം. നമ്മളെല്ലാം ഭാരതീയ പ്രകൃതി കൃഷിയിലേക്ക് മാറുക. ഗവൺമെന്റ്, കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇതിനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ആ ചെടിക്ക് ആ വളം, ഈ ചെടിക്ക് ഈ വളം ഒന്നുമില്ല. ജീവാമൃതം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ ഇന്നലെ മിന്നാന്നൊരു ഞാൻ ക്ലാസ് കേട്ടു. ഞാൻ അതിശയപ്പെട്ടു.
ഒരു പ്ലാവിന്റെ തൈ കൊടുത്തിട്ടുള്ള ക്ലാസ്സാണ്. അവ പറഞ്ഞത് ആ പ്ലാവിൻ തൈ വെക്കുന്നതിനോടൊപ്പം തന്നെ 19. ഞാൻ ആ സാറോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച ഉടനെ പാരക്സോ ഹോർലിക്സോ കൊടുക്കുവോ? ആരെങ്കിലും കൊടുക്കുവോ? ഇല്ല. എന്താ കൊടുക്കുക? മുലപ്പാല്. ഈ മാതാവ് മണ്ണെന്ന മാതാവിന്റെ മണ്ണിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇതിനു പകരം അളന്നു നോക്കി അത് കൊടുക്കും ഇത് കൊടുക്കും എന്നുള്ള രീതിയിലേക്ക് പോയി അവസാനം കർഷകൻ വിളവ് കുറയുമ്പോൾ കുറഞ്ഞു അവസാനം കൃഷി ഉപയോഗിക്കേണ്ട ഗതിയാണ്. അപ്പൊ ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഒരു 18 വർഷമായി ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യ കാലങ്ങൾക്ക് മട്ടുപ്പാവിലാണ് ഞാൻ കൃഷി ചെയ്തത്. അപ്പൊ 1:1 മീഡിയം നമ്മൾ ബോട്ടണിസ്റ്റ് നിറച്ച ശേഷം തൈകളൊക്കെ വെക്കും. തൈകൾ വെച്ച് കഴിഞ്ഞിട്ട് ആ തൈകളൊക്കെ വളരുമ്പോൾ കീടങ്ങൾ വരും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മണ്ണിലെ കീടശല്യങ്ങൾ കുറയും. അപ്പൊ മണ്ണൊരുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നലെ വരെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 10,000 വർഷങ്ങൾക്ക് നമ്മുടെ മണ്ണിൽ കയറി കൂടിയിരിക്കുകയാണ്. കുമ്മായം മണ്ണിലിടാൻ, മണ്ണിന്റെ pH വേണ്ടിയിട്ടെന്നാ പറയുന്നത്. കുമ്മായം മണ്ണിലിടാൻ. കുമ്മായം മണ്ണിലിടരുത് ഞാൻ പറയും. പച്ച കക്ക പിടിച്ചതിട്ടോളൂ, അതിലൊരു തൈ വെച്ചോളൂ. 12 ദിവസം വെയിറ്റ് ചെയ്യണ്ട, അന്ന് തന്നെ വിത്തിടാം, അന്ന് തന്നെ തൈ വെക്കാം. ഇതാണ് എന്റെ അനുഭവ പാഠമാണ്. pH പറയുന്നത് അമ്ലക്ഷാരത്വമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം അമ്ലത്വമുള്ളത്. അപ്പോഴേ ഞാൻ കുമ്മായി കൃഷിയിലിടാൻ പറഞ്ഞ കൃഷിയിൽ കുമ്മായി ഇട്ടു. ഇന്നൊരു മഴ വന്നു. ആ കുമ്മായി ലീച്ച് ചെയ്തിട്ട് മണ്ണിന്റെ pH ഓട്ടോമാറ്റിക്കായിട്ട് 5ലേക്ക് പോകും. ഇട്ട സമയത്ത് തന്നെ 9ലേക്ക് പോകും. അപ്പോഴ് pH കറക്റ്റ് ചെയ്യാൻ പച്ച കക്ക പിടിച്ചത് മണ്ണിലിടുക. അപ്പൊ ഒരു ഇതുമില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവികളുടെ വിസർജനം ഇട്ടു. അത് കഴിഞ്ഞാൽ ജീവികൾ ചത്തൊടുങ്ങി. ജീവികൾ ചത്തൊടുങ്ങാൻ ഒന്നുമില്ല, എല്ലാം കൊന്നു കഴിഞ്ഞു. എല്ലാം പക്ഷികളില്ല. നമ്മുടെ വാഴത്തവളകൾ അവിടെ പോയി. ഓ, അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇപ്പൊ നമ്മൾ തോക്കെടുക്കണത് പന്നിയെ കൊല്ലാൻ. ഈ പന്നി എന്താണ് പെരുകാൻ കാരണം എന്ന് ആദ്യം ചിന്തിച്ച് ആ ബയോളജിക്കൽ മെറ്റാണ് നമ്മൾക്ക് ചെയ്തതാണ്, നമ്മൾ തെറ്റാണ് ചെയ്തത്.